നമുക്ക് ആദർശിന്റെയും നയനയുടെയും നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന ഒടുവിൽ നന്ദു ആകെപ്പാടെ വിഷമത്തിലായി പോയി. എന്ത് ചെയ്യണമെന്ന് നന്ദുവിന് അറിയണ്ടായിരുന്നില്ല. കാരണം തന്റെ ഭാഗത്തു നിന്നാണ് വീഴ്ച ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും താൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ കൃത്യസമയത്ത് തന്നെ നവീനേട്ടൻ അവിടെ വരുമെന്ന് താൻ വിചാരിച്ചില്ലോ. അങ്ങനെ വളരെ വേദനയോട് കൂടിയിട്ടാണ് നന്ദു തിരികെ വീട്ടിലേക്ക് പോരുന്നത്. കാരണം അനിയെ രണ്ടു മൂന്ന് വട്ടം വിളിച്ചെങ്കിലും അനി കോൾ എടുക്കാനൊന്നും തയ്യാറായില്ല. നന്ദു ആണെങ്കിൽ ഭയങ്കര ടെൻഷനിലായിരുന്നു. ഇനിയിപ്പോൾ അവനോട് എത്ര മാത്രം സോറി പറഞ്ഞാലും അവനത് പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കാരണം അവൻ അത്ര പ്രതീക്ഷയോടെ തനിക്ക് വേണ്ടിയിട്ട് അവിടെ കാത്തിരുന്ന ആ ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്നു പോയത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ നന്ദുവിന് ഭയങ്കര വിഷമമായിരുന്നു. വേദനയോട് കൂടിയിട്ടാണ് നന്ദു പോരുന്ന സമയത്ത് നന്ദു ഒരു വോയിസ് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അനിക്കാണെങ്കിലോ അനിയുടെ മനസ്സിൽ അതിനേക്കാളും വലിയ ടെൻഷനായിരുന്നു. തന്നെ വിളിച്ചു വരുത്തി അവൾ അപമാനിച്ചു. നവീനുമായിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. അതിനുള്ള കാരണം കാര്യങ്ങളൊന്നും ഈ പറയുന്ന അനിക്കും അറിയത്തുണ്ടായിരുന്നില്ലോ. അങ്ങനെ അനിയും വേദനയോടെയാണ് പോകുന്നത്. വീട്ടിൽ ചെന്നാലും അനിക്ക് അന്നത്തെ രാത്രിയിൽ ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ കാര്യമൊക്കെ ഓർത്തിട്ട് ടെൻഷനായിരുന്നു. ഇതേ സമയത്ത് നയന ആദർശനോട് പറഞ്ഞു, ആദർശേട്ടാ നാളെ നന്ദുവിന്റെ ബർത്ത്ഡേ ആന്ന് പറഞ്ഞു. ആണോ? ആഹാ, അത് കൊള്ളാലോ. അതെ, എല്ലാ വർഷം ഞങ്ങള് ക്ഷേത്രത്തിൽ പോവും, അങ്ങനെ ഗംഭീരമായിട്ട് ആഘോഷിക്കാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ സമയം ആദർശ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത്തവണ ഒരു മുടക്കമൊന്നും വരുത്തണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പം നയന പറഞ്ഞ് രാവിലെ ക്ഷേത്രത്തിൽ പോകണം, പിന്നെ അതിനുശേഷം വേണം വീട്ടിലേക്ക് പോവാനായിട്ട്. ആഘോഷിക്കുന്നുണ്ടോന്നും അറിയത്തില്ല, ആഘോഷിക്കാതിരിക്കില്ല. അമ്മ എന്താണെങ്കിലും പായസമാണെങ്കിലും ഉണ്ടാക്കും. നന്ദുവിനെയും കൂടി രാവിലെ ക്ഷേത്രത്തിലൊക്കെ പോകുന്നാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ആദർശ് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നമുക്ക് പോയാൽ പോരേന്ന് ചോദിച്ചു. അങ്ങനെ പിറ്റേ ദിവസമായി. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ കനക രാവിലെ എഴുന്നേറ്റ് നന്ദുവിനെ വിളിക്കണം ക്ഷേത്രത്തിൽ പോകാനായിട്ട്. നന്ദുവിന് ഭയങ്കര മടിയാ, ഒന്നിനും ഒരു ഉത്സാഹം തോന്നിയില്ല. നന്ദു പറഞ്ഞു, അമ്മ പോയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. നന്ദു വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചെങ്കിലും നന്ദു പോകാനായിട്ട് കൂട്ടാക്കിയില്ല. നന്ദുവിന് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ കനക കൂടുതൽ നിർബന്ധിക്കാൻ പോയില്ല. നന്ദു അവിടെ കിടന്നുള്ളൂ. നന്ദുവിന്റെ മനസ്സിലാണെങ്കിലോ ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അവന്റെ പിണക്കം മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു നന്ദുവിന്റെ മനസ്സിൽ. പിന്നീട് കമൽ ക്ഷേത്രത്തിലേക്ക് പോയി നന്ദുവിനുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തുവാണ്. അപ്പോഴേക്കുമാണ് ആദർശം നയനയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. ആ നയനയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കമലിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് കമൽ പറഞ്ഞു, മോളെ ഞാൻ അങ്ങോട്ടേക്ക് വരണമെന്ന് കരുതി ഇരിക്കുമായിരുന്നു, അത് സാരമില്ലമ്മേ. നന്ദു വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നന്ദൂട്ടിന് എഴുന്നേറ്റില്ല, നല്ല ഉറക്കുക. അവളെ ഞാൻ കുറെ വിളിച്ച, ഇന്നലെ കുറെ ലേറ്റ് ആയിട്ട് അവള് വന്നേന്ന് പറഞ്ഞു. നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നതാ പറഞ്ഞ്. പിന്നീട് കമലോട് പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യാം, ഞങ്ങള് ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വരാം, ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി തൊഴുത് പ്രാർത്ഥിച്ചു. ആദർശന്റെ മനസ്സിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, എന്റെ ഭഗവാനെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ തീരണം. മുത്തച്ഛന്റെ മുന്നിൽ തല ഉയർത്തി പിടിച്ച് തനിക്ക് നിൽക്കാനായിട്ട് പറ്റണം. അങ്ങനെ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാർത്ഥിക്കാനല്ലേ ഇനി പറ്റുള്ളൂ. പിന്നെ തങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ ആദർശം ചെയ്യുന്നുമുണ്ട്. പിന്നീട് ആദർശം നയനയും കൂടെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശം ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോകാം, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞു. നയനയ്ക്ക് അതിനകത്ത് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം നയനയ്ക്കറിയാം ആദർശാണ് അനുഭവിക്കുന്ന ടെൻഷൻ എന്താന്ന്. ആദർശിന്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. ഏൺ ജ്വല്ലറിക്ക് ഒന്നുകൂടി ചെല്ലണം, അവിടെ ചെന്നിട്ട് ചില കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ടെന്ന്. അങ്ങനെ ഒടുവില് ആദർശം നയനയും കനയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും നന്ദു ഇറങ്ങി വന്നു. നന്ദുവിനെ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യുന്നുണ്ട് നയന. അതിനുശേഷം കനക പറഞ്ഞു, മോളെ നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ പായസമൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു. അതൊന്നും വേണ്ടമ്മേ, ഞാൻ പിന്നീട് ഇവിടെ കൂട്ടിക്കൊണ്ട് പോകാൻ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് എന്ത് ചെയ്തു. ആദർശ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാണ്. അപ്പൊ ആദർശിന്റെ മനസ്സിൽ കുറച്ച് ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് നന്ദുവിനോട് നയന ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി, പിറന്നാളായിട്ട് ഒരു സന്തോഷമൊന്നും ഇല്ലോന്ന് പറഞ്ഞു. ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞു. നയനയ്ക്ക് തോന്നി അവളുടെ മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ ഉണ്ടെന്ന്. പക്ഷെ എന്താന്ന് മാത്രം നന്ദോട്ട് പറയാനും പോയില്ല. നന്ദുവിന് ചോദിച്ചിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി. നന്ദു പറയത്തുമില്ലെന്നറിയായിരുന്നു. നന്ദുവിന്റെ മനസ്സറിയും അനിയായിരുന്നു. തലേ രാത്രി കഴിഞ്ഞ സംഭവങ്ങളൊക്കെ ആയിരുന്നു അവളുടെ മനസ്സിൽ. ഇതേ സമയത്ത് മാളവിക ജോയിൻ ചെയ്യാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ മാളവിക പോയി ഏൺ ജ്വല്ലറിയുടെ മെയിൻ ഡിസൈനറായിട്ട് ജോയിൻ ചെയ്യുവാണ്. ജോയിൻ ചെയ്ത് മാളവികയ്ക്ക് നല്ല സ്വീകരണം കാര്യങ്ങളൊക്കെയാണ് അവിടെ കിട്ടിയത്. ഇതിനുശേഷം ഡേവിഡ് നാഗേന്ദ്രനെ വിളിക്കുന്നുണ്ട്. നാഗേന്ദ്രനെ വിളിച്ചിട്ട് മാളവിക ജോയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ പറയണം. ആ സമയത്ത് നാഗേന്ദ്രൻ പറഞ്ഞു, അവൾക്ക് നമ്മൾ പറഞ്ഞു ഓഫറൊക്കെ കൊടുത്തിട്ടില്ലേന്ന് ചോദിച്ചു. ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്താണെങ്കിലും അവൾക്ക് ഭയങ്കര സന്തോഷമായെന്ന് തോന്നിട്ടുന്നുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ വിഷുവിന് നല്ല നല്ല ഡിസൈനിങ്ങുകളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് എന്താണെങ്കിലും ഉണ്ടാവും. ഏൺ ജ്വല്ലറി
വിഷുവിന് നല്ല പുതിയ ഡിസൈനുകളൊക്കെ ഇറക്കാനായിട്ട് പോവാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നാഗേന്ദ്രൻ പറഞ്ഞു, അങ്ങനെ വേണം. ഒരു കാരണവശാലും ഈ തവണ മൂർത്തി ജ്വല്ലറി കയറാൻ പാടില്ല. തകർന്ന് തരിപ്പടമായി പോണേ ഈ വിഷുവിനോട് കൂടിയിട്ട്. നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ അല്ലേ ഇറക്കാൻ പോണേന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് മിക്കവാറും ജഗദീപ് സിംഗ് വരുമായിരിക്കും എന്ന് പറഞ്ഞു. ആ ഡീൽ ഉറപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അത് കേട്ട് ഇനിയിപ്പോൾ നാഗേന്ദ്രൻ പറഞ്ഞു, ഒന്നും രണ്ടുമല്ലോ 1000 കോടി രൂപയുടെ ബിസിനസ് അല്ലേ, മൂർത്തി ജ്വല്ലറിക്ക് ഇതൊരു അടി തന്നെയായിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ സന്തോഷിക്കുകയാണ്. കാരണം ഈ ഡീലും കൂടെ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ ജ്വല്ലറിക്ക് കേരളത്തിൽ മാത്രമല്ല ഈ പഞ്ചാബിലും രാജസ്ഥാനിലും ഒക്കെ നല്ല വളർച്ച തന്നെയായിരിക്കും. കാരണം അവിടെ എൻ ജ്വല്ലറി വളരാനായിട്ട് പോവാണ്. ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു നാഗേന്ദ്രനാണെങ്കിലും ഡേവിഡിനാണെങ്കിലും. ഡേവിഡ് വെറും ഒരു ബിനാമി മാത്രമാണ് നാഗേന്ദ്രന്റെ പിന്നെ പ്രവർത്തിക്കുന്നത്. കാരണം ഇതിന്റെ യഥാർത്ഥ ആള് നാഗേന്ദ്രനാന്നുള്ള കാര്യം ഇതുവരെ ആയിട്ട് ഈ പറയുന്ന ഡേവിഡ് ആരും പുറത്തു വിട്ടിട്ടില്ല. അവിടുത്തെ സ്റ്റാഫുകൾക്ക് പോലും അറിയത്തില്ല ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. കാരണം അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ തന്റെ ഉദ്ദേശങ്ങളൊന്നും നടക്കില്ല എന്ന് നാഗേന്ദ്രന് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ടാണ് നാഗേന്ദ്രൻ അതെല്ലാം ഒളിച്ചു വെച്ചിരിക്കുന്നത്. പിന്നീട് മാളവിക മെയിൻ ഡിസൈനറായിട്ട് അവിടെ ജോയിൻ ചെയ്ത കാര്യം അഭി അറിയുന്നുണ്ട്. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അഭിക്ക് ഭയങ്കര സന്തോഷമായി. അഭി സന്തോഷത്തോടുകൂടി ജലജയുടെ അടുത്തുനിന്നും കാര്യങ്ങൾ പറയണം. അമ്മേ, ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അധികം വൈകാതെ കണ്ടോ മൂർത്തി ജ്വല്ലറി തകരാൻ പോവാ. മൂർത്തി ജ്വല്ലറി തകർന്ന ആനന്ദ് തകരുമെന്ന് പറഞ്ഞു. അത് കേട്ടതും ജലജ ചോദിച്ചു, എന്താടാ മോനെ അങ്ങനെ പറഞ്ഞേ? എൻ്റെ അമ്മേ, അവിടെ പുതിയ ഡിസൈനർ വന്നിട്ടുണ്ട്. ഇത്രയും കാലം നയന കളക്ഷൻസ് ആയിരുന്നല്ലോ ഫേമസ്. പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കില്ല എന്ന് പറഞ്ഞു. ആള് മിടിക്കാന്ന് അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു, അങ്ങനെ വേണോടാ മോനെ. ഒരുത്തിക്ക് അഹങ്കാരമായിരുന്നല്ലോ ആ നയനയെന്ന് പറയുന്നവൾക്ക്. അവളുടെ വിചാരം അവൾക്ക് മാത്രം നല്ല നല്ല ഡിസൈനിങ് ഒക്കെ വരയ്ക്കാൻ അറിയാവുന്നുള്ളതാ. എന്താണെങ്കിലും ഈ തവണ അവൾക്കിട്ടുള്ള പണിയല്ലേന്ന് ചോദിച്ചു. പണിയാണോന്നോ? ഈ വിഷുവിന് അവർ നല്ല ഡിസൈൻ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് മൂർത്തി ജ്വല്ലറിക്ക് അടി തന്നെയാ. അല്ലെങ്കിലും ഇപ്പം മൂർത്തി ജ്വല്ലറി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമല്ലേ. അധികം വൈകാതെ മൂർത്തി ജ്വല്ലറി പതനമായിരിക്കും. മൂർത്തി ജ്വല്ലറിയുടെ മുകളിൽ വേറെ പല ജ്വല്ലറികളും കയറി വരുമെന്ന് പറഞ്ഞു. ജലജ പറഞ്ഞു, നിന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടവനല്ലേ അനിയല്ലേ ഇപ്പം അധികാരത്തിലിരിക്കുന്നത്. അവനും ആ കസേര നിറങ്ങണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അബി പറഞ്ഞു, അതിനധികം കാലതാമസമൊന്നും ഇല്ലമ്മേ. അനിയെ മുത്തശ്ശൻ തന്നെ പെട്ടെന്ന് തന്നെ ഇറക്കിക്കോളും. കാരണം ഈ പറയുന്ന അത്രയും കഴിവുള്ള ആദർശേട്ടൻ കയറിയിട്ട് പോലും കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. പിന്നെയാണോ അനി? അവന് അധികം നാളൊന്നും ആ കസേരയിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെ, അവനിരിക്കരുത്. ജാനകിയുടെ അഹങ്കാരം ഒന്നും ചില്ലറയല്ല. എന്തോ കീഴടക്കിയ മട്ടില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് ജലജ അടുക്കളയിലേക്ക് ഇരുന്ന്. ആ സമയത്ത് മുത്തശ്ശിന്റെ ദേവേനയും കൂടെ അടുക്കള തിരക്കിട്ട പണിയിലായിരുന്നു. ഈ സമയത്താണ് ജലജ അങ്ങോട്ട് വരുന്നത്. ജലജ കണ്ടപ്പോൾ ദേവേനി ചോദിച്ചു, നീ ഇത് എവിടെയായിരുന്നിടീന്ന് ചോദിച്ചു. നിനക്ക് എന്താ അടുക്കള ജോലികളൊന്നും ചെയ്യണ്ടേന്നൊക്കെ ചോദിച്ചു ദേഷ്യപ്പെടുവാണ്. അത് പിന്നെ ഏട്ടത്തി ഞാൻ അകത്തുണ്ടായിരുന്നു, അബിയായിട്ട് സംസാരിക്കുമായിരുന്നു പറഞ്ഞു. പിന്നെ അബിയായിട്ട് സംസാരിക്കുമായിരുന്നു പോലും. എന്താടി, ആരുടെ കുറ്റമാടി പറഞ്ഞുകൊണ്ടിരുന്നേ? അതോ ഈ വീട് എങ്ങനെ തകർക്കാന്നുള്ളതിനെ കുറിച്ചാണോ ചിന്തിച്ചുകൊണ്ടിരുന്നത് രണ്ടുപേരും കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും പറയരുത് ഏട്ടത്തി. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അബിക്കാണെങ്കിലും നവ്യക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാ. നിങ്ങളെല്ലാവരും കൂടെ അവരെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നൊക്കെ. അവർക്ക് ഈ കുടുംബത്തില് ഒരു വിലയില്ലാന്ന്. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, വിലയില്ലാതാക്കി തീർത്ത് ആരടി? അവർ തന്നെയല്ലേ, അല്ല നമ്മളാരും അല്ലല്ലോ. എന്നാലും അമ്മേ, അതങ്ങനെയല്ലല്ലോ. അവന് നല്ല സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നുമില്ലേലും അവനിപ്പോ കമ്പനി ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ജോലി ഇല്ലാതിരിക്കുമല്ലേ. മാത്രമല്ല വീട്ടു ജോലികളൊക്കെ ചെയ്ത്. ദേവേനി പറഞ്ഞു, ഇടി അവൻ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ. നല്ല രീതിയിൽ കമ്പനി ജോലി ചെയ്തോണ്ടിരുന്നല്ലേ, എന്തുകൊണ്ടാ ജോലി പോയത്? കമ്പനി തന്നെ കയറി അവൻ മോഷ്ടിക്കാനായിട്ട് തുടങ്ങി. സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്ന സ്വഭാവമല്ലേ കാണിച്ചേ. അതിനേക്കാൾ ഉപരി പുറത്തുനിന്ന് സ്വർണം കൊണ്ടുവന്ന് അത് ആഭരണമാക്കി വിറ്റില്ല, അതും കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന്. അങ്ങനെയൊക്കെ ആയ പിന്നെ അവനെ ആ കമ്പനിയിൽ ഇരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, ഒരു തവണത്തേക്ക് അവനോട് ക്ഷമിക്കായിരുന്നു. ഒരു തവണയോ? എത്ര വട്ടം ക്ഷമിച്ചിടി. എന്നിട്ട് അവൻ പഠിച്ചോ? ഇല്ലല്ലോ. മുത്തശ്ശി പറഞ്ഞു, അവനിപ്പോ ഈ വീട്ടിലെങ്കിലും നിൽക്കാൻ പറ്റും. നവ്യ എങ്ങനെ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് ജീവൻ പോലും കാണത്തില്ല. അറിയാലോ, അവൾ എന്താ ചെയ്യുന്നത് അവൾക്ക് പോലും അറിയത്തില്ല. സത്യങ്ങളൊക്കെ ഞങ്ങൾ പറയാതിരിക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ടാ. പക്ഷേങ്കില് അല്ലാത്ത പക്ഷം ഞങ്ങൾ എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ മോന് ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. അല്ലെങ്കിലോ നിന്റെ മോനെ ആ നവ്യെ തീർക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ജലജ ഒരു നിമിഷം ഒരു അന്താളിപ്പോഴോട് മുത്തശ്ശിയെ നോക്കി. മുത്തശ്ശി പറഞ്ഞു, നിന്റെ മോനും നിന്റെ മരുമോളും എല്ലാരും കൂടെ ചേർന്നിട്ട് എൻ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട്
പണിയല്ലേന്ന് ചോദിച്ചു. ഏൻ ജ്വല്ലറിക്ക് വേണ്ടിട്ടോ? എന്തൊക്കെയാ അമ്മ ഈ പറയണെന്ന് ചോദിച്ചു. എനിക്കറിയാടി, നീ കൂടുതലൊന്നും പറയണ്ട. ഈ കുടുംബത്തെയും അതുപോലെ മൂർത്തി ജ്വല്ലറി ഒറ്റി കൊടുക്കുന്നുണ്ടായിരിക്കും നിന്റെ മരുമോള്. അവളിപ്പോ വലിയ പരസ്യ മോഡലൊക്കെയാണല്ലോ ഏൻ ജ്വല്ലറിയുടെ. അപ്പൊ ചാരപ്പണി ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ജലജ പറഞ്ഞു, അങ്ങനെയൊന്നും ഒരിക്കലും അവള് ചെയ്യത്തില്ലമ്മേന്ന് പറഞ്ഞു. ചെയ്യത്തില്ല പോലും, അവളല്ലേ ആള്. പൈസയ്ക്ക് വേണ്ടിട്ട് അവൾ എന്തും ചെയ്യും. പൈസയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ ഏൻ ജ്വല്ലറിയില് പരസ്യ മോഡലായിട്ട് പോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി കുറ്റപ്പെടുത്തുവാണ്. ജലജിക്കൊരു ടെൻഷനായി. ഇനിയിപ്പം കാണിക്കുന്ന കള്ളത്തരങ്ങളൊക്കെ ഇവരറിയുന്നുണ്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇതേ സമയത്ത് ആദർശ് ഏൻ ജ്വല്ലറിക്ക് ചെല്ലുവാണ്. ഏൻ ജ്വല്ലറിക്ക് ഇന്ന് MD ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാളവിക അങ്ങോട്ടേക്ക് വരുന്നത്. മാളവികനെ വിളിപ്പിച്ചായിരുന്നു. മാളവിക വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാളവികയെ പരിചയപ്പെടുത്തുവാണ് ആദർശിന്. ഇത് പുതിയതായി ചാർജ് എടുത്ത ഏൻ ജ്വല്ലറിയുടെ മെയിൻ ഡിസൈനറാന്ന് പറയണം. നല്ല അടിപൊളി ഡിസൈനിങ് ഒക്കെ വരയ്ക്കുമെന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഈ വിഷുവിന് നമ്മൾ നല്ല രീതിയിലുള്ള ഡിസൈനിങ് ഒക്കെ ആയിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. മാളവിക കളക്ഷൻസ് എന്ന പേരിൽ പുതിയൊരു ഡിസൈനിങ് ഒക്കെ ആയിരിക്കും. പിന്നീട് ആദർശിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. മാളവിക്ക് ശരിക്കും ഉള്ളിൽ ചിരി വരുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന ഡേവിഡിന് അറിയത്തില്ലല്ലോ തങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ എങ്ങനെയാന്നൊക്കെ. പക്ഷേ എങ്കിൽ രണ്ടുപേരും പരസ്പരം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്നോ അങ്ങനെ ഒരു പരിചയഭാവം പോലും നടിച്ചില്ല. അങ്ങനെ ആദർശം മാളവികയെ അപ്പ കാണുന്ന പോലെയാണ് അവിടെ പരിചയപ്പെടുന്നത്. ഡേവിഡ് ഭയങ്കര അഭിമാനത്തോട് കൂടിയിട്ടാണ് മാളവികയെ ആദർശിന്റെ മുന്നിൽ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇത് പ്രമോ വിശേഷങ്ങളോട് ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞാട്ടോ. എന്താണെങ്കിലും ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.